ഹലോ, വെൽക്കം ടു സുജാസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത ആൾക്കാർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അതിനാദ്യം നമ്മൾ ഉഴുന്ന് അധികം വെള്ളമില്ലാതെ അരച്ചെടുക്കുക. ഉഴുന്നുവടയുടെയൊക്കെ പാകത്തിന് നമുക്ക് മിക്സിയിൽ തന്നെ അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ലേശം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും അതുപോലെ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. മാവ് പുളിക്കാൻ വെക്കരുത്. മാവ് അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കണം. ഇനി അല്ല അപ്പം ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് മാവിൻ്റെ തിക്നെസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി, നൈസ് അരിപ്പൊടി ചേർക്കണം. പുട്ടിൻ്റെ ചേർക്കരുത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ കോരി ഇടാൻ പറ്റുന്ന ഒരു പാകത്തിന് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ മാവ് എണ്ണയിലേക്ക് കോരി ഒഴിക്കുമ്പോൾ എണ്ണ നല്ല ചൂടിലായിരിക്കണം, നല്ല തിളച്ച എണ്ണയായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഉള്ളു വേവുള്ളൂ. പുറം ക്രിസ്പി ആയിട്ടും ഉള്ളു നല്ല സോഫ്റ്റായിട്ടുമാണ് ഉഴുന്നുവട ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ വാങ്ങുന്ന ടൈമിൽ നമുക്ക് ഏകദേശം മൂത്താൽ അറിയാലോ, ഒരു ഗോൾഡൻ കളറൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളത് എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എടുക്കുക. അപ്പോൾ എണ്ണ കുടിക്കില്ല, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ നമുക്ക് സാധാരണ ഉഴുന്നുവടയുടെ കൂടെ ഉണ്ടാക്കുന്ന ചട്ടണി, അതുപോലെ സാമ്പാർ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ അത്ര വലിയൊരു എക്സ്പേർട്ട് കുക്കൊന്നുമല്ല. ഞാൻ വീട്ടിൽ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ.